ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 7. എൻ്റെ ഫ്രാൻസി, എന്നതാടാ കാര്യം? ഇവരെന്നതാ ഒപ്പിച്ചിരിക്കുന്നത്? ചാച്ചൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ ഇച്ചാച്ചൻ്റെ കട്ടിലിൻ്റെ അടിയിലേക്ക് നൂഴ്ന്നു കയറി. അതെ, ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം. പ്രതിയോഗികളായ ആർക്കും പ്രതികാരം ചെയ്യാൻ പോയിട്ട് ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത കാർഗിൽ പട്ടാള ക്യാമ്പ്. കിച്ചു, എന്തിനാ പപ്പ അന്വേഷിക്കുന്നത്? കട്ടിലിൻ്റെ കീഴെ മുഖത്തോട് മുഖം നോക്കി കിടക്കുമ്പോൾ അവൾ ചോദിച്ചു. ഇല്ലടി, ഞാനും അതാ ആലോചിക്കുന്നത്. ഇതിപ്പോൾ എന്തിനാണെന്നാ മനസ്സിലാകാത്തത്. അവൻ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുമാതിരി എല്ലാ കേസിനും ശിക്ഷ കിട്ടിയതാ. ഇതിപ്പോൾ പുതിയതേതാണെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്തവണ തെറ്റിദ്ധാരണയാണെന്ന്. അവൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഡി, അതൊക്കെ പോട്ടെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇന്നിനി പച്ചവെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതെന്തായിരിക്കും നമ്മുടെ കാരണവന്മാർ നന്നാവാത്തത്? അല്ലെങ്കിൽ പിന്നെ ഇച്ചാച്ചൻ കനിയണം. ആലോചനയോടെ കിച്ചു പറഞ്ഞു. മിണ്ടല്ലേ, എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് കേൾക്കാം. രണ്ടും ചെവി കൂർപ്പിച്ചു. അല്ലടാ, എന്നതായിരിക്കും പ്രശ്നം? ചാച്ചൻ പപ്പയോട് ചോദിച്ചു. അവർക്കും കൂടി കേൾക്കേണ്ട ഉത്തരമാണ്, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഇരുന്നു. എടാ വർക്കിച്ച, ഇതിലിപ്പോൾ ആലോചിക്കാൻ എന്നാ ഉള്ളേ? നമ്മുടെ മക്കളുടെ സ്വഭാവം അനുസരിച്ച് കാരണം ഒന്നാവാൻ യാതൊരു സാധ്യതയുമില്ല. പറ്റാവുന്നതുപോലെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാകും. എന്തായാലും നമ്മുടെ വടക്കേലെ ജോസ് അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് അവിടെ നിന്നാകും. ഫ്രാൻസി പപ്പ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വൈഭവത്തോടെ പറഞ്ഞു. എൻ്റെ ഈശോയെ, അതും ഡിവോഴ്സ് ആക്കിയോ? ചാച്ചൻ തലയ്ക്ക് കൈവച്ചു കാണും, അതുറപ്പ്. ഇതെന്താ, നാട്ടിലുള്ളവർക്ക് മൊത്തം ഡൈവോഴ്സ് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വക്കീലന്മാരാണോ? കിച്ചുവിൻ്റെ സംശയം ന്യായം. അങ്ങനെ എനിക്കും തോന്നി. ഇക്കണക്കിന് പോയാൽ ഇതുങ്ങളെ ഒന്ന് വളർത്തിയെടുക്കുമ്പോഴേക്കും നമ്മൾ നാട് വിട്ട് പോകേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ആ ജോസ് എങ്ങനെയാ അവർക്ക് മുൻപിൽ പെട്ടത്? ചാച്ചൻ എടുത്തു ചോദിച്ചപ്പോഴാണ് ഈ കേസിൻ്റെ റൂട്ട് മാപ്പ് ഞങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നത്. അപ്പോൾ അതാണ് കാര്യം. അതിനിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തത്? പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്നേഹം മറ്റുള്ളവർക്ക് കൂടി വെളിച്ചമാകണമെന്ന് കഴിഞ്ഞ ആഴ്ച വികാരിയച്ഛൻ തന്നെയല്ലേ പ്രസംഗിച്ചത്? നമ്മൾ ജോസേട്ടൻ്റെ ഭാര്യ ജാൻസി ചേച്ചിക്ക് വെളിച്ചമായതല്ലേ ഉള്ളൂ. ഇതിനിപ്പോൾ ഇത്രയും പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമെന്താ? കിച്ചുവിൻ്റെ ചോദ്യം ന്യായമാണെന്ന് മീരയ്ക്കും തോന്നി. പതിവായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവരുടെ വക്കീലും കോടതിയും അവർ തന്നെയാണ്. അതുകൊണ്ട് ആ കട്ടിലിൻ്റെ താഴെ അവരൊരു കോടതി മുറി തട്ടിക്കൂട്ടി സ്വയം വിചാരണയും തുടങ്ങി. കിച്ചു, നീ തന്നെ പറ, നമ്മൾ ചെയ്തത് തെറ്റാണോ? മീരയുടെ ചോദ്യം. അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. സാക്ഷികളും തെളിവും പോരട്ടെ. നേരെയൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത കട്ടിലിൻ്റെ കീഴിൽ അവൻ ജഡ്ജിയെ പോലെ വളഞ്ഞുകൂടിയിരുന്നു. സാറേ, ഈ ജാൻസി ചേച്ചി, അവൾ ഞങ്ങളുടെ സുഹൃത്താണ്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് ചേച്ചി പറഞ്ഞു തന്നെയാണ് എനിക്കറിയാവുന്നത്. വളരെ ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുന്ന ചേച്ചി കഴിഞ്ഞ ദിവസം എന്നോടൊരു പരാതി പറഞ്ഞു. അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. വാദിഭാഗം തുടങ്ങി വെച്ചു. ഓഹോ, അങ്ങനെയെങ്കിൽ പ്രശ്നം എന്തായിരുന്നു? വക്കീലിൻ്റെ ചോദ്യം. എന്നതാണെന്നറിയത്തില്ല. ഇപ്പോൾ പഴയതുപോലെ ജോസേട്ടന് ചേച്ചിയോട് യാതൊരു സ്നേഹവുമില്ല പോലും. ഇതൊക്കെ എല്ലാവരോടും തുറന്നു പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ള എന്നോടാണ് ഇതൊക്കെ പറയാറ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതല്ലേ. അതുകൊണ്ടാ ഞാനും കിച്ചുവും കൂടി അവരെ സഹായിക്കാൻ തീരുമാനിച്ചത്. വാദിഭാഗം കൺക്ലൂഡ് ചെയ്തു. ഒരു നല്ല കാര്യം ചെയ്തതിനാണോ അവർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? ജഡ്ജിയുടെ വക ചോദ്യമെത്തി. രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നേ, ഞങ്ങളും കൂടി കേൾക്കട്ടെ നിങ്ങൾ ചെയ്ത ആ നല്ല കാര്യം. ചാച്ചൻ്റെ ചോദ്യം കാതിൽ മുഴുങ്ങിയപ്പോഴാണ് കോടതിയിൽ അവരെ കൂടാതെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കിയത്. പിന്നെ യാതൊരു നിവൃത്തിയുമില്ലെന്ന് മനസ്സിലാക്കി പതുക്കെ നിരങ്ങി പുറത്തെത്തി. എടാ കിച്ചു, എന്നതാ നീ ചെയ്തു കൂട്ടിയേ? ഫ്രാൻസി അങ്കിൾ കലിപ്പ് മൂടിൽ ചോദിച്ചു. അത് ഡാഡി, ജാൻസി ചേച്ചി എപ്പോഴും പറയും ജോസ് അങ്കിളിന് ഒട്ടും സ്നേഹമില്ലെന്ന്. ആൻറ്റി നുണ പറയുന്നതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്കിളിന് എല്ലാവരോടും എന്തൊരു സ്നേഹമാ. പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ ചിലരോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട്
അതുകൊണ്ട് എന്നാ ചെയ്തത്? അതുകൂടി പറ. കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ ചുറ്റും മാതാപിതാക്കളും മുത്തശ്ശിമാരും കലവില കൂട്ടി. പറയട്ടെ, നിങ്ങളൊന്ന് അടങ്ങ്. ജാൻസി ചേച്ചിക്ക് ഇങ്ങനൊരു സങ്കടമുണ്ടെന്ന് ഇവള് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ സങ്കടം മാറ്റണമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ഞങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും ജാൻസി ചേച്ചിയുടെ വിഷമം മാറിയില്ല. അപ്പോൾ ചേട്ടൻ്റെ സ്നേഹം കാണിച്ചു കൊടുത്താലെങ്കിലും മാറുമല്ലോ എന്നാ കരുതിയത്. അതുകൊണ്ടാ ഞങ്ങൾ ചേട്ടൻ്റെ സ്നേഹം കാണിച്ചു കൊടുത്തത്. അതിന് ഇത്ര ഒച്ചയും ബഹളവും ഒക്കെ എന്തിനാ? ഒരു നല്ല കാര്യം ചെയ്യാനും പറ്റത്തില്ലേ? നിർത്തി ഇതോടെ. ഇനി മേലാൽ ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല. കിച്ചുവിൻ്റെ സങ്കടം കണ്ടപ്പോൾ മീരയുടെ കണ്ണുകളും നിറഞ്ഞു. അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ കരയുന്നേ? സ്നേഹം കാണിച്ചു കൊടുത്തത് നല്ല കാര്യം തന്നെയാ. പിന്നെ എന്താ പ്രശ്നം? ഇച്ചാച്ചൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അല്ലേലും ഇച്ചാച്ചന് മാത്രമേ ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്രയ്ക്കും പാവമാ അദ്ദേഹം. എൻ്റെ ഇച്ചാച്ച, സംഗതി അല്പം പ്രശ്നമാ. ആ പെണ്ണില്ലേ ജാൻസി, അവള് പിണങ്ങി വീട്ടിൽ പോയി. നമ്മുടെ വികാരി അച്ഛനും കന്യാസ്ത്രീകളുമൊക്കെ ഒത്തിരി ശ്രമിച്ചു നോക്കിയതാണ്. എന്നാ ചെയ്യാനാ? ആ പെൺകൊച്ച് കേൾക്കണ്ടേ? കാണാൻ കൊള്ളാത്തത് കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ രണ്ടെണ്ണങ്ങളാ. വികാരിയച്ഛൻ വിളിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ പോയി എന്താ പറയേണ്ടത്? ഫ്രാൻസി അങ്കിളിൻ്റെ ചോദ്യം കേട്ട് അവർ പരസ്പരം നോക്കി. നിങ്ങൾ എന്തായാലും പിള്ളേരെയും കൂട്ടി അവിടം വരെ ഒന്ന് പോയേച്ചും വാ. എന്നതാ കാര്യമെന്നറിയണ്ടേ? ഇച്ചാച്ചൻ രണ്ടെണ്ണത്തിനെയും അവരുടെ കൂടെ പറഞ്ഞയച്ചു. അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിൻ്റെ കൂട്ട് അവർ അപ്പന്മാർക്ക് പുറകെ നടന്നു. ഡി, നമ്മൾ പെട്ടു. ഇതിത്ര പ്രശ്നമാണോ? നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? ജോസേട്ടൻ്റെ സ്നേഹത്തെ തെളിയിച്ചു കൊടുത്തത് മാത്രമല്ലേ ഉള്ളൂ. പള്ളിയിലേക്ക് നടക്കുമ്പോൾ കിച്ചു മീരയുടെ ചെവിയിൽ ചോദിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? എന്നതാണെങ്കിലും വിളിച്ചതല്ലേ, പോയി നോക്കാം. അനുസരണക്കേട് കാണിക്കാനാകില്ലല്ലോ. പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ അന്നേരം എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് മീര രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചു. ഈ ജോസേട്ടന് ഇത് എന്നാ പറ്റിയത്? തലയിൽ നിറയെ കെട്ടാണല്ലോ. നിനക്ക് വല്ലതും അറിയാമോടാ? മീര കിച്ചുവിൻ്റെ ചെവിയിൽ ചോദിച്ചു. എന്നാത്തിനാ അവനോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. നീയൊക്കെ ചെയ്ത കുരുത്തക്കേടിൻ്റെ ഫലം. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. തലയിൽ 8 സ്റ്റിച്ച്. തലച്ചോറ് ബാക്കിയുണ്ടോ എന്നറിയാൻ സ്കാൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവളുടെ ഒടുക്കത്തെ അടി. എല്ലാത്തിനും കാരണം ഈ കുട്ടിപ്പിശാചുകളാണ്. ചോദ്യം അല്പം ഉച്ചത്തിലായതുകൊണ്ട് ഉത്തരം പറഞ്ഞത് ജോസേട്ടനായിരുന്നു. ഈ കൊച്ചുകുട്ടികളോ? നിന്റെ കുടുംബം കലക്കാനും മാത്രം ഇതുങ്ങൾക്ക് എന്നാ കഴിവാ ഉള്ളത്? ഇടവകയിലെ വികാരി അച്ഛൻ അവരെപ്പറ്റി യാതൊരു അറിവുമില്ലാതെ ചോദിച്ചു. എൻ്റെ അച്ഛാ, ഇതുങ്ങളുടെ കഴിവ് നാട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അത് വിട്. ഇപ്പോൾ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞതാ. ജോസേട്ടൻ്റെ കണ്ണുകളിൽ തീ പോലെ എന്തോ ഒന്ന് പാറി. ആ സ്പാർക്ക് പതിയാതിരിക്കാൻ രണ്ടും അപ്പന്മാർക്ക് പുറകിലേക്ക് മറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എൻ്റെ ജാൻസി കൊച്ചിന് എന്നെ വല്ലാത്ത സംശയമായിരുന്നു. അതിൻ്റെ കൂടെ ഈ പിള്ളേരെ എന്തോ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രിയിൽ അവൾ എൻ്റെ തലക്കിട്ട് തന്നതാ. ദേ ഈ കാണുന്നതൊക്കെ. അതൊക്കെ ഞാൻ സഹിച്ചേനെ. അവൾ എന്നെ ഇട്ടിട്ട് പോവുകയും കൂടി ചെയ്തു. എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞുമില്ല. അവളെല്ലാം അറിഞ്ഞു എന്നാ പോകും മുൻപ് പറഞ്ഞത്. ഈ കുരുത്തം കെട്ട പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, അവർക്കറിയാം എന്താ ഉണ്ടായതെന്ന്. ജോസേട്ടൻ അച്ഛനോട് വിനീതനായി പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവർക്ക് നേരെയായിരുന്നു. കിരൺ, എന്താ ഉണ്ടായത്? എന്നോട് സത്യം മാത്രമേ പറയാവൂ. വീണ്ടും കോടതി. പൊതുവെ ഇരുനിറമായ അച്ഛൻ്റെ മുഖം ഒന്നുകൂടി ഇരുണ്ടു. കിച്ചു മുഖം തിരിച്ച് മീരയെ നോക്കി. മീരയാണ് പ്രതി എന്ന മട്ടിൽ. അച്ഛാ, ആ പെൺകൊച്ചിനോട് ചോദിക്ക്. അവളാ ജാൻസിയുടെ വലിയ കൂട്ടുകാരി. അത് പറയുമ്പോൾ ജോസേട്ടൻ്റെ മുഖം ഒന്ന് കോടിച്ചു പോയി. മോളെ, വികാരി അച്ഛനും ചെന്നിട്ട് വേറെ പണിയുള്ളതാ. കാര്യം പറ, എന്താ ഉണ്ടായത്? അച്ഛൻ അവസാനത്തെ അടവ് പോലെ സ്നേഹത്തോടെ മീരയെ ചേർത്ത് പിടിച്ചു. അച്ഛനൊരു കാര്യം അറിയോ? കുറേ നാളുകളായിട്ട് ജാൻസി ചേച്ചിക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അത് ചേച്ചി എന്നോട് പറയുകയും ചെയ്തായിരുന്നു. ഞാൻ ആ സംശയം ഒന്ന് തീർത്തു കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. എന്ത് സംശയം? മീരയുടെ ഉത്തരം കേട്ട് ചുറ്റുമുള്ള എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. അത് ചേച്ചി എന്നോട് പറയാ. മുൻപൊക്കെ ജോസേട്ടന് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ചേട്ടന് യാതൊരു സ്നേഹവുമില്ല പോലും. സത്യമായിട്ടും ജോസേട്ടന് ഒത്തിരി സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ചേച്ചി കേൾക്കില്ല. അതുകൊണ്ട് ജോസേട്ടൻ്റെ സ്നേഹമൊന്ന് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം.
അതിപ്പോൾ ഇതുപോലെ വലിയ പ്രശ്നമാകുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല, അല്ലട കിച്ചു? നിഷ്കളങ്കമായ ആ ചോദ്യത്തിൽ കിച്ചു തലയാട്ടി. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറ കുട്ടികളെ, ജോസേട്ടൻ ഭദ്രകാളിയാകാൻ തയ്യാറെടുത്തുകൊണ്ട് ചോദിച്ചു. അത് കണ്ടപ്പോൾ അവരുടെ കൈകൾ കൂടുതൽ ശക്തിയോടെ മുറുകി. ഓടുമ്പോൾ ധൈര്യം വേണമല്ലോ. ജോസേട്ടൻ കഴിഞ്ഞ ദിവസം പള്ളിയുടെ താഴെയുള്ള കൊക്കോത്തോട്ടത്തിൽ മഠത്തിലെ കുശിനിപ്പണിക്കാരി റോസി ചേച്ചിയെ സ്നേഹിച്ചില്ലേ? അവരുടെ ആ ചോദ്യം കേട്ടപ്പോൾ ജോസ് തടി തപ്പാൻ വേണ്ടി വഴി നോക്കി. പക്ഷെ എല്ലാവരും കൂടെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊന്നും വയ്യാത്ത അവസ്ഥയുമായി. സ്നേഹം വാചാലമാണല്ലോ, അതുകൊണ്ട് തന്നെ സ്നേഹത്തെപ്പറ്റി പറയാൻ അവർക്ക് 100 നാക്കാണ്. അവർ തുടർന്നു. മടിയിലിരുത്തി തലയെല്ലാം തടവിക്കൊടുത്ത് ഉമ്മയൊക്കെ വെക്കുന്നത് ഞങ്ങൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. അതൊക്കെ സ്നേഹമല്ലേ? അതുകൊണ്ട് ജാൻസി ചേച്ചിയെ വിളിച്ച് ആ സ്നേഹം അങ്ങ് കാണിച്ചു കൊടുത്തു. അതിലെന്താ തെറ്റുള്ളത്? ആ സ്നേഹം കണ്ടപ്പോൾ ചേച്ചി സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. നിഷ്കളങ്കമായ അവരുടെ വാക്കുകൾക്ക് മുൻപിൽ അച്ഛനും ഡാഡിമാരും ഒക്കെ പകച്ചുപോയി. ഒരു തെറ്റുമില്ല മക്കളെ, നിങ്ങൾ പോയി കളിച്ചോളൂ. ഇക്കാര്യത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചു വരുത്തിയ ഞങ്ങളാണ് തെറ്റുകാർ. അച്ഛൻ പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അത് പറയുമ്പോൾ സ്വയം അറിയാതെ അവർ ജോസേട്ടനെ നോക്കി. ആ മുഖത്തെ ഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ട് കാര്യവുമില്ല. എന്തായാലും അവർക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. മറിഞ്ഞു നിന്ന് മുതിർന്നവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അവർ തീരുമാനിച്ചു. ആകെ നാണക്കേടായല്ലോ എൻ്റെ ജോസേ. ഒന്നല്ലെങ്കിലും നല്ലൊരു പെങ്കൊച്ചിനെ വീട്ടിൽ വെച്ചിട്ട് ഈ പണിക്ക് നടക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? എന്തായാലും ഞാൻ ജാൻസിയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. ഇന്ന് തന്നെ റോസിയെ പറഞ്ഞു വിട്ടേക്കാം. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് പ്രതികളെയും കൊണ്ടുവരും. ഇതുപോലത്തെ പ്രതികൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കുഞ്ഞെ. ഫാദറിൻ്റെ കളിയാക്കൽ കേട്ട് ജോസേട്ടൻ തല കുനിച്ചു. അവിടെ കഥ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മുന്നേയും അപ്പന്മാർ പുറകെയുമായി വീട്ടിലേക്ക് നടന്നു. എന്നതാടാ വർക്കിച്ച ഇന്നത്തെ കാര്യം? ഇച്ചാച്ചൻ്റെ ചോദ്യമായിരുന്നു അവരെ വീട്ടിലേക്ക് വരവേറ്റത്. എൻ്റെ അപ്പ, അതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പൻ ഒരുത്തനായി ഈ പിള്ളേരെ രണ്ടിനെയും ഇങ്ങനെ വഷളാക്കി ചീത്തയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം മാത്രമല്ല, അപ്പൻ്റെ കൂട്ടുകാരില്ലേ അപ്പുറത്തുള്ള വാനരപ്പട, അവരും ഇതിൽ കൂട്ടുപ്രതികളാ. ഇക്കണക്കിന് പോയാൽ ഇതുങ്ങളെ നാട്ടുകാരെ തല്ലിക്കൊല്ലും. ചാച്ചൻ കൊച്ചുവായിലെ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. വയസ്സ് 10 തികഞ്ഞിട്ടില്ല. കയ്യിലിരിപ്പിന് ഞങ്ങളെക്കാട്ടിലും പ്രായമുണ്ട്. ഇനിയിപ്പോൾ ആ ജോസിൻ്റെയും ജാൻസിയുടെയും കാര്യം അറിയുന്നതുവരെ മനസ്സിലുള്ളിൽ ഒരു പിടപ്പാ. കർത്താവെ, ദൈവം യോജിപ്പിച്ചത് എൻ്റെ മക്കളായിട്ട് വേർപിരിക്കാതിരുന്നാൽ മതിയായിരുന്നു. ചാച്ചൻ സങ്കടത്തോടെ അകത്തേക്ക് നടന്നു. അല്ല മക്കളെ, നിങ്ങൾ എന്ത് ക്രിമിനൽ കുറ്റമാ ചെയ്തത്? നിങ്ങളുടെ അപ്പന്മാർ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇച്ചാച്ചൻ അവരെ രണ്ടുപേരെയും മടിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ചാച്ച, അവറ്റകളോട് ചോദ്യമൊന്നും ചോദിക്കരുതേ. പിന്നെ മാർപ്പാപ്പയുടെ അടുത്ത് പോയി കുമ്പസാരിക്കേണ്ടി വരും. കയറി പോടാകത്ത്. ഫ്രാൻസി അങ്കിൾ വീണ്ടും കലിപ്പുമോട്. കഥയൊക്കെ ഞങ്ങൾ പപ്പയില്ലാത്ത നേരത്ത് വന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ മുങ്ങട്ടെ, അല്ലെങ്കിൽ പുറംവഴി കിട്ടും. എല്ലാം ജോസേട്ടൻ്റെ വിധി, അല്ലാതെന്തു പറയാനാ? അവരുടെ പ്രായപൂർത്തി എത്തിയ വാക്ക് കേട്ട് ഇച്ചാച്ചൻ വായും പൊളിച്ചു നിന്നു. എടി, നീ ഒരു പെങ്കൊച്ചല്ലേ, നിനക്കെങ്കിലും നന്നായിക്കൂടെ? വെറുതെ അപ്പൻ്റെ പേര് കളയാനായിട്ട്. പോകും വഴി കിച്ചുവിൻ്റെ മാസ് ഡയലോഗ്. നന്നാവാൻ നോക്കിയിട്ട് അതങ്ങോട്ട് നടക്കുന്നില്ലടാ. പഴയതുപോലെ നിന്റെ മമ്മിയുടെ കോഴിക്കൂട്ടിൽ മുട്ടയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ചാച്ചൻ പറയുന്നത് നിന്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ നന്നാവാത്തതെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോൾ നീയാണോ ഞങ്ങളുടെ വീട്ടിലെ കുറുക്കൻ? കഴിഞ്ഞ ദിവസം കൂടി മമ്മി പറയുന്നത് കേട്ടു, കുറുക്കൻ മുട്ടയെടുത്തുകൊണ്ട് പോകുന്നുണ്ടെന്ന്. നടപ്പിൻ്റെ വേഗത കുറിച്ച് മീരയൊന്ന് നോക്കി അവനത് പറയുമ്പോൾ അവൾ അവനെ നോക്കി ഭംഗിയായി ഇളിച്ചു കാണിച്ചു. എടി, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമുക്കും പേരെടുക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരൊക്കെ വായിക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണ്. ഐൻസ്റ്റീൻ, ഡാവിഞ്ചി, ഹിറ്റ്ലർ. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കുറച്ച് നല്ല പേരുകൾ നമുക്ക് പ്രദാനം ചെയ്യണം. മീര, കിച്ചു, അങ്ങനെയൊക്കെ ആയാൽ എഴുതാനും വായിക്കാനും ഒക്കെ എന്താ ഭംഗി. കിച്ചു ആ കാഴ്ച മുന്നിൽ കണ്ടതുപോലെ ഒന്ന് ചിരിച്ചു. ഇന്നത്തെ പേരെടുക്കൽ തന്നെ ധാരാളം. ഇനിയിപ്പോൾ തൽക്കാലം മര്യാദയ്ക്ക് നടക്കാം. അതൊക്കെ വിട്. പരീക്ഷ അടുക്കാറായി, വലുതും പഠിച്ചോ? നിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഞാനൊന്നും പഠിക്കുന്നില്ല എന്നാണ് വീട്ടിൽ പറയുന്നത് കേട്ടത്. സ്വതസിദ്ധമായി മീര വിഷയം മാറ്റി. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ വീട്ടുകാരെല്ലാം നല്ല യോജിപ്പില്ല. ഇത് തന്നെയാണ് എൻ്റെ വീട്ടിലും പറയുന്നത്.
എന്തായാലും ഞാനൊരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ നമ്മൾ നന്നാവാൻ പോകുന്നു. നാളെ മുതൽ ക്ലാസ്സിൽ നീ വേറെ ബെഞ്ചിലിരിക്കണം. എന്തു പറയുന്നു? കിച്ചു നന്നാവുന്നതിൻ്റെ ആദ്യ പടിയായി ചോദിച്ചു. അല്ലടാ, നമ്മളിപ്പോൾ നന്നായിട്ട് ആർക്കെന്ത് പ്രയോജനം കിട്ടാനാ? നമുക്കിങ്ങനെ അങ്ങ് ഹാപ്പിയായി പോയാൽ പോരെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സമാധാനക്കേടുണ്ടെങ്കിൽ അവർ നന്നായിക്കോട്ടെ, അതല്ലേ അതിൻ്റെ ശരി. അതെന്താ പെട്ടെന്നൊരു മാറ്റം? ഓ അതോ, ബെഞ്ച് മാറിയിരിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നന്നാവാനുള്ള ആഗ്രഹം അങ്ങ് പോയി കിട്ടി. എന്നതാണെന്നറിയത്തില്ല, നിന്റെ അടുത്തിരുന്നില്ലെങ്കിൽ എനിക്കെന്തോ ഒരുപക്ഷെ ആ ഇതായിരിക്കുമോ പ്രേമം? മീര ആലോചനയോടെ കിച്ചുവിനെ നോക്കി. ആയിരിക്കും, പക്ഷേ അതിന് വെച്ചേക്കുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരേ. എനിക്ക് പണ്ടേ ഒരു ലൈനുള്ളതാ. എൻ്റെ പ്രണയം ഞാൻ അവൾക്ക് കൊടുത്തുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അരച്ചാൺ വലിപ്പമുള്ള കിച്ചുവിൻ്റെ ആവേശം. നിനക്ക് ലൈനോ? ആരടാ? നീ ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്താൽ ഞാൻ പറയാം. കിച്ചു മീരയ്ക്ക് നേരെ കൈനീട്ടി സത്യം വാങ്ങി പറഞ്ഞു തുടങ്ങി. എടി, നമ്മുടെ മഠത്തിലെ പുതിയ കന്യാസ്ത്രീ കൊച്ചില്ലേ, സിസ്റ്റർ പാവന, അവരിവിടെ വന്ന അന്ന് മുതൽ അവരാണ് എൻ്റെ മനസ്സിൽ. അവൻ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. എവിടെ ഇരുന്നോ ആരോ മനോഹരമായി പാടുന്നത് പോലെ. അവർക്കും ഇഷ്ടമാണോ? അതിന് അവരിവിടെ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. കൈവിട്ടു പോയെന്നറിയാം, എന്നാലും ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ മീരയ്ക്കായില്ല. ചോദിച്ചിട്ടില്ല, അടുത്ത പള്ളിപ്പെരുന്നാളിന് ചോദിക്കാം. ഒരു പ്രണയം തുടങ്ങാൻ 2 ദിവസം, അത് തന്നെ വലിയ സമയമാ. എന്നതാണെന്നറിയത്തില്ല, നീ ചോദിച്ചപ്പോൾ എനിക്കവരെ കാണാൻ തോന്നുവാ. മഠത്തിൽ വരെ ഒന്ന് പോയാലോ? ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.